കാരണം സമൂഹം ഒട്ടേറെ പുതുമകളും പുരോഗതിന്റെ ഉദ്ഘാടനം ചെയ്തത് മാതൃക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെതായിരുന്നു. ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതാണ്ട് 10 ദിവസം മുമ്പ് 101 ആളുകൾക്ക് ഓണം ഉണ്ണാനുള്ള വകകൾ, അരിയും മറ്റു ചില സാധനങ്ങളും എല്ലാം കൊടുക്കുന്ന ഒരു മീറ്റിംഗ് വെച്ചു. അവരതിൽ ചെയ്തത് തൃക്കോവിലൂട്ടത്തിന്റെ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം നാം ഇവിടെ ഇവിടെ ചികിത്സാ ധനസഹായം വിതരണം ചെയ്യുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എച്ച് സുലൈമാൻ മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ സൈലാബ്ദീൻ, ഇവിടെ എത്തിയിട്ടുള്ള കൊല്ലം ഷാഫി, ഇതിൻ്റെ സജീവ പ്രവർത്തകർ, മുന്നിൽ നിന്ന് കാര്യങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്ക് പ്രചോദനം നൽകി എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അൻസാരി, ശ്രീ നിയാസ്, നവാസ് പുത്തൻവീട്, ഈ നോട്ടീസിലുള്ള പ്രിയ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുമ്പ് ഈ തടത്തുമുക്കിൻ്റെ വലത്തേ സൈഡിൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്തേ സൈഡിൽ ഇപ്പോഴത്തെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ ഇതുപോലൊരു സായം സന്ധ്യയിൽ അന്നും ഔദ്യോഗികമായി ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം, സുലൈമാൻ കുഞ്ഞടക്കം, ഞാനടക്കമുള്ള ഈ വേദിയിലുള്ള വ്യക്തികളാൽ മാത്രം ഈ നാട്ടുകാരിൽ വളരെ കൂടുതൽ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സാഹതാർഹമാണ്. എനിക്ക് തന്നെ അറിയാം, ഒരു പിടി ചികിത്സാ സഹായങ്ങൾ നൽകുവാൻ അവർക്ക് കഴിഞ്ഞു. ഒരു പിടി ആളുകൾക്ക് ബ്ലഡ് ദാനം ചെയ്യുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കിഴവൂർ, ഇതിൻ്റെ അപ്പുറത്തെ വാർഡായ കിഴവൂരിൻ്റെ സാമൂഹിക സാധ്യതകളും വലിയ കൃത്യമായി അവർ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷമായി പറയുമ്പോൾ ഇതിൻ്റെ സംഘാടകർ കഴിഞ്ഞ 10 മാസത്തിനകം അവർ ഏറ്റെടുത്ത ചികിത്സാ ധനസഹായങ്ങളും അല്ലെങ്കിൽ വന്നു പോകുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് കഴിയാതെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ മുന്നിൽ കണ്ട ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ, ആ സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കുന്ന ആട്ടോ, അതിനോടൊപ്പം തയ്യൽ ഞാനടക്കം പ്രതിദാനം ചെയ്ത പ്രവാസിയുടെ ഒരു സംഘടനയാണ്. അന്ന് അനുഭവിച്ച പ്രയാസം ഇത് കൊണ്ടുവച്ചു, ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി, ഇത് ജനങ്ങളിൽ കൊടുത്ത് ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ആളുകളെ സമീപിച്ച് ഈ ടിക്കറ്റ് വിറ്റഴിക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് മുന്നിൽ കണ്ട ഒരാളാണ് ഞാൻ. ഇന്നും ഇതിന്റെ ചെറുപ്പക്കാർ രാവിലെ മുതൽ ഈ റോഡിലും ഒരു വണ്ടിയിലും അനൗൺസ് ചെയ്തുകൊണ്ട് ഒരുപിടി പ്രവർത്തനങ്ങളുമായി ഇതിന്റെ വിൽപ്പന നടക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ എം സൈനാബ്ദീൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിലുള്ള മഹൽ വ്യക്തികൾ, ഈ നിൽക്കുന്ന ജനങ്ങളൊന്നും ഞങ്ങളുടെ ആരുടെയും പ്രസംഗം കേൾക്കാൻ വന്നവരല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആവശ്യം യുവഗായകനായ കൊല്ലം ഷാഫിയുടെ പാട്ട് കേൾക്കലാണ്. ഈ സമ്മാനം പോലും നിങ്ങൾക്ക് വിഷയമല്ലെന്നറിയാം. അതുകൊണ്ട് ഒന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വിശ്വസിക്കത്തില്ല. അതായത് ഏറ്റവും നല്ല പ്രവർത്തനം, ചെറുപ്പക്കാര് വളരെ ശക്തമായി പ്രവർത്തിച്ചു. പക്ഷെ പ്രവർത്തനത്തിൽ അവസാനം വരുമ്പോൾ കണക്ക് നോക്കുമ്പോൾ ഇവർക്ക് ഇതിന്റെ ചെലവ് കഴിഞ്ഞ് വലുതായിട്ടൊന്നും കാണത്തില്ലെന്നും അറിയാം. കാര്യം ഇത് കണ്ണാലൂർ ജംഗ്ഷനിൽ പലതവണ ഇങ്ങനെ നടന്ന് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നേരത്തെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. പിന്നെ 2 ട്രസ്റ്റുകൾ പുതിയതായിട്ട് രൂപം കൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ഇതും പക്ഷേ ഇതോടുകൂടി അവസാനിച്ചു പോകുമോ എന്ന് ജനങ്ങൾ സംശയിച്ചിട്ടുള്ളത് കൊണ്ട് 100 രൂപ കളയുന്നില്ല. അതായത് പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ നിങ്ങൾക്ക് ശക്തി ദൈവം തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ധനസഹായ വിതരണമാണ്. അതിനുവേണ്ടി ഗാനവിരുദിന് എത്തിച്ചേർന്ന സുപ്രസിദ്ധ പിന്നണി ആൽബം ഗായകൻ ശ്രീ കൊല്ലം ഷാഫി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക്
10 വർഷത്തെ ആൽബം മീഡിയയിലെ പല വേദികളിലും ഗാനമേള വേദികളിൽ നിന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അഭിമാനവും ഊർജവും കിട്ടുന്നുണ്ട്. കാര്യം അത്രയും പവിത്രമായ പുണ്യമായ ഒരു വേദിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇതിന്റെ മഹത്വം, ഇതിന്റെ മഹനീയത, പവിത്രത എത്രത്തോളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാര്യം എൻ്റെ നാട്ടിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ചടങ്ങുകൾക്ക് ക്ഷണിക്കപ്പെട്ടതിന്റെ കൂട്ടത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സംഘടനയുടെ ക്യാമ്പിൽ അവിടെ പോയി അരമണിക്കൂർ ചിലവഴിച്ച് ഞാൻ ഇന്ന് അവരുടെ മെമ്പറാണ്. അവരുടെ ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ ക്യാമ്പുകളിലും. അൽഹംദുലില്ലാഹ്, ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങളിപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നെയോ ഇവിടെ ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെയോ ആവരുത്. ഇത് സംഘടിപ്പിച്ച ഈ കാരുണ്യത്തിന്റെ കൈകൾ നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചെറുപ്പക്കാരുടെ നല്ല മനസ്സിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അർമ്മം എന്ന് പഠിപ്പിച്ച ഒരാശയത്തിന്റെ വക്താവ് എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് കുറച്ചു നേരം സംസാരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും അവരവരുടെ ആശയങ്ങളെ, മതം എന്ന് പറയുന്നത് ഒരു കണ്ടുകൂടായ്മ, കേട്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയല്ല എന്നുള്ള തിരിച്ചറിവുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മതം എന്ന് പറയുന്നത് ഒരാശയമാണ്. അടിമയും ഉടമയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ബോധവൽക്കരണത്തിന് വേണ്ടി ദൈവം അവതരിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം, നന്മയും തിന്മയും 2 മതങ്ങളെ ലോകത്തുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം. നന്മ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിലേക്ക് നന്മ പുനർപരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് പിറകോട്ട് നോക്കിയാൽ, ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പറയുകയുണ്ടായി, റസൂലുള്ളാഹി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള ഉറപ്പുള്ള ആളുകളാണ് സഹാബാക്കളും വിശ്വസിച്ചവരെല്ലാവരും തന്നെ. എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടാകാൻ വേണ്ടി നിനക്ക് വളരെയധികം ദോഷം ചെയ്യും, അങ്ങനെ ഒരു ഭാവി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് നിരുത്സാഹത്തോടു കൂടി തിരിച്ചു പോവുകയും തിരിച്ചുവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തിന് വേണ്ടി, അദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹത്തിന്റെ ആടുകൾ പെരുകി, അദ്ദേഹത്തിന് ആ സമയത്ത് പള്ളികളിൽ കാണാതിരുന്ന നിസ്കാര ചടങ്ങുകൾക്കൊന്നും, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കാണാതിരുന്ന ആ സ്വഹാബിയെ അന്വേഷിച്ചുകൊണ്ട് മറ്റുള്ള സമ്പന്നൻ സാധുക്കളിലേക്ക് അർഹമായിട്ട് കൊടുത്തിരിക്കേണ്ട നിർബന്ധമായ സക്കാത്ത് അത് വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചുകൊണ്ട്, താങ്കൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ടുണ്ട്, അതിൽ നിന്നും ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തരണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊറ്റ ചോദ്യം ആ മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞു, സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ. തൊട്ടടുത്ത് ജൂതനായ ധനികനായ ഒരാള് അദ്ദേഹത്തിന്റെ മുതലിൽ നിന്ന് പിന്നീടുള്ള കാലത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഈ സ്വഹാബി തന്റെ സ്വത്തുക്കൾ മുഴുവൻ ദീനിന് വേണ്ടി ദാനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ സന്നദ്ധത കാണിച്ച സമ്പത്ത് കൊണ്ട് ബുദ്ധിമുട്ടി ഈ ആടുകളെ കൊണ്ട് ജനങ്ങൾ മുഴുവൻ അയാളെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന ഭ്രാന്തനെ പോലെ ആക്കുന്ന അയാൾക്ക് ഉറക്കം കളഞ്ഞ അവസ്ഥ ഉണ്ടായപ്പോൾ തിരിച്ച് ഇസ്ലാം ഏറ്റെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങൾ അർഹതയുള്ള രീതിയിൽ അനുവദിച്ചു കൊടുക്കാതെ സുഖിച്ച് നീ ജീവിക്കുന്നെങ്കിൽ നീ മനുഷ്യരിൽപ്പെട്ടവരല്ല എന്ന് തന്നെയാണ് നമുക്ക് ആ പ്രബോധനം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അയൽവാസി എന്ന് പറഞ്ഞതിൽ ബാലനെന്നോ ജോൺസൺ എന്നോ ഇബ്രാഹിം എന്നോ വേർതിരിച്ച് പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അയൽവാസി എന്ന് പറയുമ്പം നിന്റെ വീടിന്റെ ഭാഗത്ത് മുൻഭാഗത്ത് 40 വീട്, ഇടതുഭാഗത്ത് 40 വീട്, വലതുഭാഗത്ത് 40 വീട്, പിൻഭാഗത്ത് 40 വീട്, ടോട്ടൽ വരുമ്പോൾ ഒരു പഞ്ചായത്തോളം വരും നമ്മുടെ ഓരോരുത്തരുടെയും അയൽവാസി എന്ന് പറയുമ്പോൾ. അവിടെ കിടക്കുന്നവൻ സമ്പത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്നവൻ, വയറ് വിശക്കുന്നവൻ മാത്രമല്ല, വയറ് വിശക്കുന്നവനും അതിന്റെ കൂടെ സംസ്കാരം അറിഞ്ഞുകൂടാത്തവനും വഴി പിഴച്ചു പോകുന്നവരും പട്ടിണി കാരണം മോഷ്ടിക്കാനും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കായി പോവുകയും ചെയ്യുന്ന
ആളുകളെ തിരിച്ചറിയുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത് ദൈവത്തിന്റെ ഉത്തമരായ അടിമകളായിട്ടായിരിക്കില്ല. ഫേസ്ബുക്കിന്റെ മുന്നിൽ അതിന് ഫസാദ് വെക്കുന്നത് ഞാൻ പറയാറ്. എന്റെ പേരിൽ തന്നെ 16ഓളം ഫേക്ക് ഐഡികളുണ്ട്. ഞാനാണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ. ഞാൻ അവരോട് നല്ല മര്യാദക്ക് ഏതൊക്കെ വേദികളിൽ നിന്നും അല്ല ഇന്റർവ്യൂവിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് തോറ്റൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കുമല്ലോ ചാറ്റിങ്ങിലൊക്കെ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവനവന്റെ അഡ്രസ്സിൽ അറിയാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഏതോ പിതാവിന് ജനിച്ച എന്റെ അഡ്രസ്സിലാണോ നിങ്ങൾ അറിയപ്പെടേണ്ടത് എന്ന് ചോദിച്ചു. ഈ ഫേസ്ബുക്കിന്റെ മുന്നിലൊക്കെ ഇരുന്ന് നേരം കളയുന്ന ചെറുപ്പക്കാരുടെ ഈ ലോകത്ത്, ഈ നാട്ടില് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയപ്പെടുന്നത് പോലെ ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് മറ്റുള്ളവരിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ചുകൊണ്ടും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തെ അള്ളാഹു കാണാതെ പോകില്ല മക്കളെ. തീർച്ചയായിട്ടും ഇരു ലോകത്തും നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഇത് അനുകരണീയമാണ്, അഭിമാനാർഹമാണ് നിങ്ങളുടെ നാട്ടിന്. ബഹുമാനപ്പെട്ട നേരത്തെ പ്രസംഗിച്ച മഹത് വ്യക്തിത്വം പറഞ്ഞു, പല പുണ്യപ്രവർത്തനത്തെ അതിന് തടയിടാൻ വേണ്ടി, അതിനെ തടസ്സപ്പെടുത്താൻ കൊടുക്കുന്നവൻ്റെത് വരെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് സംസാരിച്ച ആളുകളൊക്കെ ഉണ്ടെന്ന്. സ്വയം ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. ശ്വാസം നിലച്ചുപോയി നാളെ രാവിലെ നീ മയ്യത്ത് ശവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അപ്പൊ പിന്നെ കൊല്ലം ഷാഫിനോ അല്ലെ മമ്മൂട്ടിനോ അല്ലെ AR റഹ്മാനോ അല്ലെങ്കിൽ നമ്മുടെ പേര് കൂട്ടിയിട്ടൊന്നും ആരും വിളിക്കില്ല. മയ്യത്തെടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ, ഓക്കെ, ആരായാലും അവർ കേട്ടിട്ടുണ്ടല്ലോ. ആരായാലും നല്ല കാര്യമാണ് പറഞ്ഞത്. അപ്പോ പിറ്റേന്ന് രാവിലെ എണീക്കുമോ എണീക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അത്രയേ ഉള്ളൂ. കണ്ണടച്ചു പോയാൽ, ശ്വാസം നിലച്ചു പോയാൽ തീരുന്ന നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഉറപ്പാണ് കഴിയും. ആ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന നിയത്ത് വെച്ചിരിക്കുന്ന ഒരുത്തൻ ആ പൈസ ഇതുപോലുള്ള കൂട്ടായ്മയിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അത് പലതുള്ളി പെരുവെള്ളം പോലെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ, ഒരുപാട് പേരുടെ മനസ്സിനെ തണുപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക്